ഹലോ നമസ്കാരം. കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാചകം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുകയാണ്. എപ്പോഴും ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാചകങ്ങൾ നിങ്ങളുടെ മുന്നിൽ കാണിക്കാനാണ്, അല്ലെങ്കിൽ യാത്ര പോകുന്നത് കാണിക്കാനാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു പാചകം നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ്. ഇപ്പോൾ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്ത് നന്നായി കഴുകി എടുത്ത് വെച്ചിട്ട് നമുക്കതൊന്ന് മസാലകൾ പുരട്ടിയെടുക്കാം. നമ്മൾ മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. നമ്മൾ ഈ ചിക്കനിലേക്ക് കാശ്മീരി പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി പൊടി 500 ചിക്കനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1.5 സ്പൂൺ കാശ്മീരി പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 സ്പൂൺ കാശ്മീരി പൊടി ഇട്ട് കൊടുത്തിട്ട് മല്ലിപ്പൊടി 1 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ടീസ്പൂൺ അളവിലാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് കേട്ടോ. ഇതിനെ നമുക്കൊരു 2 മണിക്കൂർ പുരട്ടി ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ നല്ല സൂപ്പറായിട്ടിരിക്കും. ഗരം മസാല, കുരുമുളക് പൊടിയൊക്കെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ. ഇതിപ്പോൾ നമ്മുടെ ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പം തയ്യാറാക്കാവുന്നതാണ്. ഇത് ചിക്കൻ മസാല, നൈമിത്രയുടെ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഉപ്പ് വെള്ളമാണ്, നാരങ്ങ നീര് ഉപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് പുരട്ടി 2 മണിക്കൂർ വയ്ക്കാം. ഇത് തൈര് ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. നമ്മൾ തൈരില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് ചിക്കൻ ഇങ്ങനെയാണ് പുരട്ടിയെടുക്കുന്നത്. നാരങ്ങ നീരൊഴിച്ചാണ് പുരട്ടുന്നത് കേട്ടോ. തൈരാണ് വേണ്ടത്. തൈരൊഴിച്ച് തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. നമ്മൾ തൈരില്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പുരട്ടി നമുക്കങ്ങ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കാം. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് 2 മണിക്കൂറായപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിക്കുന്നത്. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഒരു കുക്കറിലൊരു ചിക്കൻ ബിരിയാണി വെക്കണമെന്ന്. നമ്മൾ പല പല വീഡിയോകളും കാണും. അപ്പോഴൊക്കെ എനിക്ക് ഈ എനിക്ക് ബിരിയാണിയോട് ക്രേസും ഇല്ല, ബിരിയാണിയോട് ഇഷ്ടവും ഇല്ല. പക്ഷേ ബിരിയാണി ഇങ്ങനെ വീട്ടിലെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബിരിയാണി ഇങ്ങനെ കോരി വയ്ക്കുന്ന കാണുമ്പോൾ കിട്ടിയിരുന്നെങ്കിൽ കഴിക്കാമായിരുന്നു എന്ന് തോന്നും. പക്ഷേ ഞാനൊരു അഡിക്റ്റേ അല്ല കേട്ടോ. കുറച്ച് 2 ടീസ്പൂണോളം അല്ലെങ്കിൽ 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2 സവോള വേറും സ്ലൈസാക്കി എടുത്തത്, വേറും നൈസാക്കിയിട്ട് സ്ലൈസാക്കി എടുത്തത് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് വറുത്ത് കോരി വയ്ക്കാം. എന്നിട്ട് കുറച്ച് മുന്തിരിയും കൂടെ എടുത്ത് കഴുകി വയ്ക്കാം. സത്യം പറഞ്ഞാൽ നമ്മൾ അണ്ടിപ്പരിപ്പൊന്നും ഇല്ല, നമ്മളൊരു ചെറിയ രീതിയിൽ ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഇത് ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാചകമാണ് കേട്ടോ. അതിനാണ് നമ്മളിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ഈ 2 സവോള ഇതിലോട്ട് ഇട്ട് കൊടുക്കണം നമുക്ക് വറുത്ത് കോരാനായിട്ട്. നന്നായി മൂത്ത് വന്നപ്പോൾ കുറച്ച് മുന്തിരി കൂടി, 2 കൈപ്പിടി മുന്തിരിയാണ് എടുത്തത്, അത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നന്നായി ഇളക്കി നമ്മളിതിനെ കോരി എടുത്ത് വയ്ക്കും. കോരി വെച്ചിട്ട് അടുത്ത പടി നോക്കാം നമുക്ക്. ഇന്ത്യ ഗേറ്റിൻ്റെ 500 ഗ്രാം അരി വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട്. 1 മണിക്കൂർ കുതിർത്തെടുക്കാം. 5 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളിതിലേക്ക് നെയ്യും വെളിച്ചെണ്ണയുടെ സമം എടുത്തിട്ട് നമ്മൾ ഒഴിച്ചെടുക്കേണ്ടത്. എന്ന് വെച്ചാൽ ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. നിങ്ങൾക്ക് എത്ര വേണം എന്ന് തോന്നിയാൽ അത്രയും. ഓയിൽ കുറച്ചിരുന്നാൽ അത്രയും നല്ലതാണ് എന്ന് തോന്നുന്നു. ഇത്തിരി അങ്ങനെ നമ്മളിത് നെയ്യും വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതാണ് കേട്ടോ. എപ്പോഴും എനിക്കങ്ങനെ കുറേ വേണമെന്നൊന്നും നിർബന്ധമുള്ള ആളൊന്നും അല്ല ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ചേച്ചിയെടുത്ത് പറഞ്ഞു അങ്ങനെ ഒഴിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ തയ്യാറാക്കിയതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെറിയ ചിലവിൽ നമുക്ക് ബിരിയാണി കഴിക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും ഒരു 4-5 പേർക്കൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. 5 പേർക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്. സ്ഥിരം അത് തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജാതിപത്രി, കുരുമുളക് ഇതെല്ലാം കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ബേ ലീഫ് ഇട്ടിട്ടില്ല. ഈ ബാക്കിയുള്ള എല്ലാം കൂടെയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. എല്ലാം കൂടെയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ട് മൂപ്പിച്ച് എടുക്കാം. നന്നായി മൂത്ത് വരട്ടെ. നന്നായിട്ട് മൂത്തുമ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഒരു തണുപ്പ് മനോഭാവം കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് 2 വലിയ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായതാണ്. ആദ്യം വറുത്ത സവാള വറുത്ത് കോരിയിടാനാണ്. അതാണ് അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ബിരിയാണിയുടെ ടേസ്റ്റ് ആദ്യം നമ്മൾ വറുത്ത് കോരുന്ന സവാളയാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ തർക്കിക്കുമോ? ഒരു തർക്കവും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റാം. നന്നായി വഴറ്റി നമുക്ക് ഇങ്ങനെ കോരി എടുക്കുകയല്ല, അതിൽ മറ്റുള്ളവയും കൂടെ ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ വെളുത്തുള്ളി, 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ഇടികല്ലിൽ ഇടിച്ചു വെച്ചതാണ്. നമ്മൾ ഒരു കാരണവശാലും നമ്മൾ മിക്സിയിൽ അരയ്ക്കില്ല എന്ന് നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ.
നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിൽ അരച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ ചതച്ചെടുക്കാം. അതിനൊരു വേറെ ടേസ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യാത്തത്. ഇഷ്ടപ്പെടുന്നവർക്ക് ചെയ്യാം, നമുക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ, അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 4 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടേ. തിളച്ച വെള്ളമുണ്ട്, തിളപ്പിച്ച് മാറ്റി വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാണ്ട്. ഇതിനെല്ലാം കൂടി 30 മിനിറ്റ് മതി കേട്ടോ. 30 മിനിറ്റിൽ നമുക്ക് ഈ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം, വെറും 30 മിനിറ്റ്. അപ്പോൾ എന്നിട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്, നന്നായി മൂത്ത് വരണം, നന്നായി മൂത്ത് നല്ല ചുവന്ന കളറാവണം. അപ്പോഴും നല്ല ടേസ്റ്റുള്ള ബിരിയാണി നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ മൂത്തിരുന്ന അതിലേക്ക് നമ്മുടെ 2 മണിക്കൂർ ഫ്രിഡ്ജിൽ നമ്മളിങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ചിക്കൻ ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഭയങ്കര നല്ല മണമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇളക്കി കൊടുത്ത് അതിൻ്റെ ഒരു 1.5 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കാം. അത്ര ഇളക്കിയാൽ മതി കേട്ടോ. 1.5 മിനിറ്റ് നമ്മൾ ഇതിലിങ്ങനെ ഇളക്കി കൊടുക്കുകയാണ്. സത്യം പറയാലോ, എൻ്റെ ക്യാമറ ലൈറ്റ് ഒന്നും ശരിയല്ലാത്തതുകൊണ്ടാണ്, നിങ്ങളത് ക്ഷമിക്കണം. ഞാൻ അതൊക്കെ മാറ്റുന്നൊരു സമയം വരും, നിങ്ങൾക്ക് അത് മനസ്സിലാകുമെന്ന് കരുതുന്നു. ഭയങ്കര ഫിനാൻഷ്യലി നമ്മളൊക്കെ ഓരോരുത്തരും സ്ട്രഗിൾ ചെയ്യുന്നവരല്ലേ, അപ്പോൾ അതെല്ലാം മാറി വരട്ടെ. പിന്നെ തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് കേട്ടോ. 4 ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് ആണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുത്തത്. അങ്ങനെ അതിനെ ഇട്ടിട്ട് നമുക്കിതിനെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ അരി നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം. വെള്ളത്തിലിട്ട് തന്നെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ അരമുറി നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നിങ്ങൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ നമ്മൾ 500 അരിയാണ് എടുത്തിരിക്കുന്നത്. ഇത് മല്ലിയിലയാണേ. നമ്മൾ 2 പിടി മല്ലിയില ഇങ്ങനെ കഴുകി അരിഞ്ഞതാണ്. 1 പിടി പുതിനയിലയും കഴുകി അരിഞ്ഞ് ഞെരടി വെച്ചിട്ടുണ്ട്. ഞെരടി വെച്ചൊക്കെ പറയുന്നത് നമ്മൾ പറയുന്നൊരു ഭാഷയാണ്. എന്നിട്ട് അതിലേക്ക് അരി ഇട്ടോളൂ. സത്യം പറയാമല്ലോ, ഭയങ്കര സൂപ്പർ ബിരിയാണിയാണ്. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം. ഇതൊന്നിനെ അടച്ചു വെച്ചിട്ട് 2 വിസിൽ കേൾപ്പിക്കണം. ഫുൾ ഫ്ലെയിമായിരിക്കണം. അങ്ങനെ എല്ലാ തീ കൂട്ടി ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് 2 വിസിൽ കേൾപ്പിച്ച് അടച്ച് വെക്കണം. എന്നിട്ട് തുറക്കരുത്. 10 മിനിറ്റ് കഴിയുമ്പോഴേ തുറക്കാവൂ കേട്ടോ. ഈ 2 വിസിൽ കേൾപ്പിക്കണേ. 2 വിസിലും കേൾപ്പിക്കണം. 1 വിസിൽ കേട്ടാൽ വേവത്തില്ല. 2 വിസിലും കേൾപ്പിക്കണം. ഇത്രയും വെള്ളവും ഇത്രയും അരിയും തന്നെ എടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മളിതേ തുറന്നു. പുകയൊക്കെ പോകണുണ്ട്. നന്നായിട്ട് വെന്ത് നല്ല സൂപ്പറായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന സവോള ആൻഡ് നമ്മുടെ മുന്തിരി എന്നിവ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇപ്പോൾ എളുപ്പത്തിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും യാത്ര പോയിട്ട് വരുന്നത്, നമ്മളൊരു 11 മണിക്കാണ് എത്തുന്നത്, അല്ലെങ്കിൽ 12 മണിക്കാണ് എത്തുന്നത്. നമുക്ക് 1 മണിക്ക് കഴിക്കണമെങ്കിൽ ഈ ബിരിയാണി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അതാണ് ഞാൻ ഇത് നിങ്ങളോട് പറയാൻ കാരണം കേട്ടോ. എന്ന് നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് നെയ്യൊക്കെ ഇട്ട് നമ്മളിങ്ങനെ ഒന്ന് അടച്ചു വയ്ക്കും. നമ്മൾ കുറച്ച് എസൻസാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുത്തു, അതേ ഉണ്ടായിരുന്നുള്ളൂ. അതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇത്തിരി നെയ്യും ഇട്ട് അടച്ച്. ഈ നെയ്യ് ഇത്തിരി കൂടിപ്പോയോ നിങ്ങൾക്ക് തോന്നിയേക്കാം. നിങ്ങൾ ഇത്രയും നെയ്യ് എടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമ്മളിതങ്ങ് അടച്ച് വയ്ക്കും. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ്. അത് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറന്നിട്ട് ഇതിൽ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി അതിൽ തന്നെ വെച്ചിരുന്നാൽ പിന്നെ ഇരുന്ന് വേവും. എന്നിട്ട് ഇങ്ങനെ കുലുക്കി എടുക്കാം. കുലുക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ടേസ്റ്റി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാവും. എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ കഷ്ണം ചെറുതാക്കി ഇട്ടത് കൊണ്ടായിരിക്കും ചിക്കൻ ഇത്ര കാണാനില്ലാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലായിടത്തും കിട്ടണം, എല്ലാ ചോറിനും ചിക്കൻ കിട്ടണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടതാണ്. വലിയ കഷ്ണമല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ ചെറിയൊരു കഷ്ണമായിരുന്നു. ഞാൻ വിചാരിച്ചു കിഴി കെട്ടി വെച്ച് കഴിക്കാമെന്ന്. ഇല എടുത്തു വാട്ടി അതിലേക്ക് നമ്മളിങ്ങനെ ചിക്കൻ ബിരിയാണി കോരി വയ്ക്കുകയാണ്. അപ്പോൾ എന്നിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ട് ഇട്ട് കിഴി കെട്ടി വയ്ക്കുക. ഈ ചൂടോടെ തന്നെ അത് ഇങ്ങനെ കെട്ടി ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് തിന്നും. പൊളിയാണ്. എന്നിട്ട് ബാക്കി ബിരിയാണി നമുക്ക് അടുത്ത ഇലയിലോട്ട് പൊതിയാം. നമ്മൾ ഇലയിൽ പൊതിഞ്ഞ് എണ്ണ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി.
നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കരുതും പോലെ DJTക്ക് പറ്റുന്നില്ല എന്ന് അങ്ങനെ ഒരു ഇതിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം, നിങ്ങളുടെ ഒരു സഹായം വേണം. എല്ലാവരും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സ്നേഹമാണ് നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ എളുപ്പത്തിൽ ബാച്ചിലേഴ്സിന് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയ റെസിപ്പിയാണ്. ചെയ്തു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹവും ഒത്തിരി ഇഷ്ടവുമുണ്ട്. നിങ്ങൾ കൂടെയുണ്ട് എന്നൊരു ബലത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഇത് നിന്നിട്ട് വമ്പൻ ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്ന വിശ്വാസവും ഉണ്ട്.